ഹലോ ഫ്രണ്ട്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം സംവിധായകൻ ചിദംബരം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ബാലൻ ദി ബോയ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ആ പ്രതീക്ഷകളെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു കൊച്ചു പയ്യനെ കാണാതാകുന്ന സാധാരണ ഒരു മിസ്റ്ററി കേസ് ഡ്രാമയാണ് ഇതാണെന്ന് ട്രെയിലർ ആദ്യം തന്നെ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ട്. എന്നാൽ ഈ ഒരു 2 മിനിറ്റ് 30 സെക്കൻഡുള്ള ട്രെയിലർ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് നിരീക്ഷിച്ചാൽ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരുപാട് കൊലപാതക പരമ്പരയുടെ കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരം ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ഇത് നമ്മൾ ബാലൻ എന്ന് പറയുന്ന ട്രെയിലറിൻ്റെ ആർക്കും പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു പ്രധാന ക്ലൂസുകളാണ് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ. നമുക്ക് ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് തന്നെ വരാം. ബാലൻ എന്ന് പറയുന്ന കൊച്ചു പയ്യൻ തൻ്റെ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമ്മേ, നമ്മുടെ പുതിയ കഥ എന്താ? എൻ്റെ പുതിയ പേരെന്താ? ഈ ഒരൊറ്റ വരിയിൽ വലിയൊരു രഹസ്യമുണ്ട്. സാധാരണയായി നമ്മൾ എപ്പോഴാണ് പേര് മാറ്റാറുള്ളത്? അല്ലെങ്കിൽ എപ്പോഴാണ് ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പുതിയ വ്യാജ കഥകൾ ഉണ്ടാക്കാറുള്ളത്? നിയമത്തിൽ നിന്നോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളെ വേട്ടയാടുന്ന ഭൂതകാലത്തിൽ നിന്നോ ഒളിച്ചോടുമ്പോൾ മാത്രമാണ്. അതായത് ഈ അമ്മയും മകനും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല. അവർ നിരന്തരം ഒളിച്ചോടുകയാണ്. ഓരോ പുതിയ സ്ഥലത്ത് എത്തുമ്പോഴും അവർ പുതിയ പുതിയ ഐഡന്റിറ്റികൾ സ്വീകരിക്കുന്നു. ട്രെയിലറിൽ പോലീസ് അന്വേഷിക്കുന്ന ഭാഗത്ത് 2 പേരുകൾ പറയുന്നുണ്ട്. മേരിക്കുട്ടി എന്നും ഷെർലി എന്നും. അതോടൊപ്പം തന്നെ അഭിജിത്ത് കുമാർ എന്നിങ്ങനെ ഇതിൽ നിന്ന് തന്നെ ഇവർ ഉപയോഗിക്കുന്ന വ്യാജ പേരുകളുടെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലെ ഫാമിലി ഡ്രാമയിലേക്ക് വരാം. ഇതൊരു സാധാരണ കുടുംബമല്ല. ഭ്രാന്തമായ ചിന്തകളും ക്രൂരതകളും നിറഞ്ഞ ഒരു പശ്ചാത്തലമാണ് ഈ വീട്ടിനകത്തുള്ളത്. ട്രെയിലറിലെ മറ്റു കഥാപാത്രങ്ങളെ ഈ അമ്മയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ? നിന്റെ തള്ള ഒരു ഭ്രാന്താടാ എന്നും അതോടൊപ്പം തന്നെ അമ്മ അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു രംഗം വരുന്നത്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മേ, മുത്തശ്ശി നമ്മളെ കൊല്ലുമോ എന്ന്. അതിന് മറുപടിയായിട്ട് ആ കുട്ടി തന്നെ പറയുന്നത് മുത്തശ്ശിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ. ആ ഉള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ചിന്തിച്ചു നോക്കൂ. ഒരു കൊച്ചു കുട്ടി മനസ്സിലേക്ക് വിഷം കൊടുത്തു കൊല്ലുന്ന എന്ന ഒരു ചിന്ത വരണമെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന അന്തരീക്ഷം എത്രത്തോളം ഡാർക്കായിരിക്കണം. ഇതിൻ്റെ എല്ലാം അടിവരയിടുന്നതാണ് ട്രെയിലറിൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുന്ന ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഡയലോഗ്. ഒന്ന് വെട്ടിക്കണ്ടിച്ച് കുഴിച്ചു മൂടിയോ, അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈൽ. ഇതൊരൊറ്റ ഡയലോഗ് കഥയുടെ മുഴുവൻ സ്വഭാവത്തെയും മാറ്റി മറിക്കുകയാണ്. ഇതിനർത്ഥം ഒരു അമ്മ മുൻപും ആളുകളെ വെട്ടിക്കീറി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നതാണ്. അതായത് ഇതൊരു കൊലപാതക പരമ്പരയാണ്. ആ കൊലപാതകങ്ങൾക്ക് ഈ കൊച്ചു ബാലൻ സാക്ഷിയാകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അമ്മയെ ഭയന്ന് അതിനെല്ലാം കൂട്ടു നിൽക്കേണ്ടി വരുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രധാനമായ മലയാള സിനിമയിൽ ഇത് ഈ സ്ത്രീകളുടെ വിട്ടുപോകുന്ന കൊലപാതക കേസിൽ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഈ സിനിമയുടെ പറയാതെ വയ്യ. പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാനാവാൻ ചാൻസ് ഉണ്ട്. ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. എന്റെ ചക്രം തേടി വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയാ.
അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. വെറുതെ ശബ്ദം കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് എന്തായിരുന്നു പറയടാ? പോലും ഭയത്തിന്റെ ഒരു ആയുധമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അമ്മ ഗംഭീര ട്രെയിലർ സംഘടിപ്പിച്ച ഗംഭീര ട്രെയിലർ. കഥയിലെ പ്രധാന സസ്പെൻസുകൾ ഒന്നും തന്നെ വിട്ട് നൽകാതെ എന്നാൽ കാണുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകുന്ന രീതിയിലാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. പയ്യൻ മിസ്സിംഗ്. ചുരുക്കത്തിൽ വിചാരിച്ചതിലും വലിയൊരു സൈക്കോളജിക്കൽ ഡാർക്ക് ആയി മിസ്റ്ററെ തന്നെയാണ് കൊലപാതക പരമ്പരയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരെന്നാ? dark shade cast ചെയ്യുന്ന നിന്റെ തള്ളക്ക് ഭ്രാന്താണോ? വലിയ അത്ഭുതം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ അമ്മ എന്തെങ്കിലും ചെയ്യുമോ? ആ പയ്യൻ മർഡർ കേസിൽ പ്രതിയോ സാക്ഷിയാകാൻ അവൻ ചാൻസ് ഉണ്ട്.